എന്നതാ എനിക്ക് മോളൂന് നല്ല 8ന്റെ പണി കിട്ടിയ ഒരു കഥ കേട്ടാലോ? അപ്പോൾ ദാ ഒരുപാട് എഴുതാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീനൂട്ടിൻ്റെ അസൈൻമെൻറ്റിന് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഓൾ ഓൺലൈനാണ് ഡിഗ്രി ചേർന്നിട്ടുള്ളത്. അവർക്ക് അയച്ചു കൊടുക്കാനുള്ള അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ദിവസമായി കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനൂട്ടിനോട് ഇങ്ങോട്ട് അയച്ചു കൊണ്ട് അമ്മച്ചി ഒഴിവുള്ള സമയത്തൊക്കെ എഴുതി വെക്കാം, എന്നിട്ട് എനിക്കെന്നെ അയച്ചു തരുന്ന പിന്നെ ഓക്ക് അവിടുന്ന് അയച്ചു കൊടുത്താൽ മതിയല്ലോ. ഓൾ ജോലിക്കൊക്കെ പോകണതല്ലേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് എഴുതാന്നൊക്കെ പറയുന്നത് റിസ്ക് തന്നെയാണ്, നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പോൾ ഞാൻ എഴുതി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾ ഇന്നയക്കാം നാളെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റിൻ്റെ അന്നാണ് ഇപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ മോള് ഉള്ളതുകൊണ്ട് മോൾ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഐറൂസിനെ പിടിച്ചു കൊടുക്കുകയാണ്. ഐറൂസ് അത് പിത്തനാക്കാൻ വരണ്ടല്ലോ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് അരിയൊക്കെ ഉണക്കി പൊടിക്കാനുള്ളത് കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ അതൊക്കെ കഴുകുന്ന ഉണക്കുന്നൊക്കെ തിരക്കിലായിരുന്നു. മൂപ്പർ പോയതിൻ്റെ പിന്നാലെ എന്നതാ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഈ ഒരു പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊടുത്തു, പിന്നെ അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ഒപ്പിട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പൊടിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഐറൂസിനെ ഞാൻ അതവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്, ഫോണൊക്കെ കാണിച്ചു കൊടുത്ത്. ആ സമയത്താണ് മോളൂൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവർക്ക് എവിടെ അർജൻറ്റായിട്ട് പോകാനുണ്ട്, മോളൂനും ഐറൂനൊക്കെ കൊണ്ടുവപ്പ് വരും, വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ മോള് എഴുത്തൊക്കെ നിർത്തിയിട്ട് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഐറൂസിനെ അതിന് മുന്നേ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഓൽക്ക് വേണ്ടിയിട്ട് ഇതാ ഇളനീരിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ജ്യൂസ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ടാണ് അവർ പോയത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞാൻ അത് കിച്ചണിൽ വന്നപ്പോൾ കിച്ചൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ മോള് എഴുതാനൊക്കെ ഇരുന്നതുകൊണ്ട് ഐറൂസിനെ നോക്കാൻ ഫുൾ ടൈം ഐറൂസിൻ്റെ പിന്നാലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൻ്റെ പണികളൊക്കെ അവിടെ പെൻഡിങ്ങിൽ കിടക്കണം. അപ്പോൾ പോയപ്പോൾ പിന്നെ ഞാൻ ആദ്യം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വന്ന് മൊത്തത്തിൽ കഴുകി വെക്കാൻ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ട് ഇനിയുണ്ട് ബാക്കി കുറച്ചും കൂടി എഴുതാനായിട്ട്. നീനുട്ടി ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇനിയും എഴുതാണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് എഴുതണം. മോളും ഇനിയിപ്പോൾ ഇന്ന് വരുന്നില്ല, അത്രയും നാളെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ എഴുതണം. അപ്പോൾ എന്തായാലും എനിക്കാണെങ്കിൽ എഴുതാൻ അറിയുമെന്നും കൂടി അറിയില്ല. എന്നോ കാലമാണ് നമ്മൾ എഴുത്തൊക്കെ ഇപ്പോൾ പലചരക്ക് പിടികൾ ഉള്ളി തക്കാളി എന്നൊക്കെ എഴുതാന്നല്ലാതെ കൂടുതലൊന്നും എഴുതാറില്ലല്ലോ. എന്തായാലും ഇത് നീനുട്ടി അയച്ചെന്ന ഫോണിലേക്ക് അയച്ചെന്ന ആ സംഭവങ്ങളൊക്കെ നോക്കി ഞാനിതാ ഒരുവിധം അയച്ചു നോക്കും. 9 മണിയാകുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ 8 മണിയാകുമ്പോഴേക്കും എഴുതി ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ അയച്ചു കൊടുത്തോളൂ. അത് നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നീനു കിടക്കുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് മെച്ചി താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. താങ്ക്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവളുടെ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ മതി. എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ.